സംഘർഷം 19ാം ദിനത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇന്ന് മാർച്ച് 18 ബുധനാഴ്ച ദുബായിലടക്കം പുലർച്ചെ കേട്ടിട്ടുള്ള വലിയ സ്ഫോടന ശബ്ദങ്ങളുണ്ടല്ലോ, അത് പ്രതിരോധത്തിന്റെ ഭാഗമായി ഇന്റർസെപ്ഷന്റെ ഭാഗമായി കേട്ടതാണെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിക്കുന്നുണ്ട്. ഇന്ന് രാജ്യത്തിന് നേരെ വന്നിട്ടുള്ള എല്ലാ അതിക്രമങ്ങളെയും പ്രതിരോധിച്ചതായിട്ട് മീഡിയ ഓഫീസ് ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നുണ്ട്. ആർക്കും പരിക്കുകളോ മറ്റോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ 10:15 രാജ്യത്തിന്റെ പല ഭാഗങ്ങളും പ്രത്യേകിച്ച് ദുബായിലൊക്കെയും അലേർട്ട് മെസ്സേജുകൾ വന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന മെസ്സേജും വന്നു. അതേസമയം തന്നെ UAE കൊല്ലപ്പെട്ട 6 സാധാരണ പൗരന്മാരുടെ ഈ ഒരു ആക്രമണത്തിൽ, ഇറാന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 6 സാധാരണ പൗരന്മാരുടെ പേരുവിവരങ്ങൾ UAE പുറത്തുവിട്ടു. അവരുടെ കുടുംബങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇറാൻ സുരക്ഷാ മേധാവി അലി ലരിജാനിയുടെ വധത്തിന് പിന്നാലെ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ക്ലസ്റ്റർ വാർ ഹെഡുകൾ ഉപയോഗിച്ച് ഇസ്രായേലിൽ ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളും വരികയാണ്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി UAE ഈദ് ഉൽ ഫിത്തർ നമസ്കാരങ്ങളിൽ പള്ളികളിൽ മാത്രമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുറസായ സ്ഥലങ്ങളിലോ മൈതാനങ്ങളിലോ ആളുകൾ കൂടുന്നത് ഒഴിവാക്കാനാണ്, വിശ്വാസികളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അധികാരികൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന ഈ ഒരു അതിക്രമങ്ങളെ രാജ്യാന്തര സമൂഹം ഒന്നടങ്കം എതിർക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇറാൻ ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൗൺസിലിൽ UAEയുടെ പ്രതിനിധി ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലനിൽപ്പിന് വേണ്ടിയാണ് ഈ യുദ്ധം എന്ന വാദത്തിന് ഒരു ന്യായീകരണവുമില്ല. UAE നടത്തുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമായിട്ട് കണക്കാക്കണം. മനുഷ്യാവകാശ കൗൺസിൽ ഇതിനെതിരെ നടപടിയെടുക്കണമെന്ന് കൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ദുബായിലെ 7 എമിറേറ്റുകളിലും ഈദ് ഉൽ ഫിത്തർ നമസ്കാര സമയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് അബുദാബിയിൽ രാവിലെ 6:20 ദുബായിൽ 6:18 ഷാർജയിലും അജ്മാനിലും 6:16 ഉമ്മുൽ ഖുവൈനിലും റാസൽ ഖൈമയിലും 6:12 ഫുജൈറയിൽ 6:10 നമസ്കാര സമയം വരുന്നത്. ഇന്ന് മാർച്ച് 18 വൈകിട്ട് ചന്ദ്രക്കല ദൃശ്യമായിട്ടുണ്ടെങ്കിൽ നാളെ മാർച്ച് 19 ഈദ് ഉൽ ഫിത്തർ ആയിരിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ മാർച്ച് 20 വെള്ളിയാഴ്ചയായിരിക്കും ഈദ് ഉൽ ഫിത്തർ വരിക. ഈ ഫെസ്റ്റിവൽ സീസൺ നടക്കുന്ന സമയത്താണല്ലോ പ്രധാനമായിട്ട് ഈ തട്ടിപ്പുകാരൊക്കെ കൂടുതൽ ഉണ്ടാവുക. ഇത്തവണയും ഈദ് ഉൽ ഫിത്തർ പ്രമാണിച്ച് 50% ട്രാഫിക് പിഴകളിൽ ഇളവ് ലഭിക്കും എന്ന ഒരു സന്ദേശം പരക്കെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. അത് വ്യാജമാണ് എന്ന് ദുബായ് RTA പറയുന്നുണ്ട്. ദുബായ് RTAയുടെ പേരിലാണ് ഇത്തരത്തിലൊരു സന്ദേശം പ്രചരിക്കുന്നത്. പ്രധാനമായിട്ടും ദുബായ് RTAയുടെ ലോഗോ, റഡാർ, ക്യാമറ ചിത്രങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിശ്വസനീയമായിട്ടുള്ള ഒരു രീതിയിലാണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചു വരുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും ഇത്തരത്തിലൊരു സന്ദേശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാജമാണെന്ന് RTA ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു തട്ടിപ്പിൽ പെടാതിരിക്കുക.